2019 40 സൈനികരുടെ മൃതദേഹം രാജ്യത്തിന് മുന്നിൽ വച്ചുകൊണ്ടാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതേ സൈനികരുടെ വീരസ്മരണയ്ക്ക് മുന്നിൽ ഇന്ത്യൻ ജനത മോദി സർക്കാരിനോട് ചോദിക്കുന്നു. പുൽവാമ ആക്രമണം നടക്കുമ്പോൾ ജമ്മു കാശ്മീർ ഗവർണറും മുതിർന്ന BJP നേതാവുമായ സത്യപാൽ മാലിക് 2023 രാജ്യത്തെ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. വർഷം 1 കഴിഞ്ഞിട്ടും BJP നേതൃത്വമോ മോദി സർക്കാരോ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? ഇന്നലെ പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ട്, അതിൽ പാകിസ്ഥാൻ കുചേലനായ ഹബ് പവർ കമ്പനി പുൽവാമ ആക്രമണം കഴിഞ്ഞ് ആഴ്ചകൾക്കകം, വ്യക്തമായി പറഞ്ഞാൽ 2019 ഏപ്രിൽ മാസം 18-ാം തീയതി 95 ലക്ഷം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി തിരുമുൽ കാഴ്ചയായി എന്തിനു വേണ്ടിയായിരുന്നു BJPക്ക് നൽകിയത്? രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു എന്നാണ് ചെന്നൈയിൽ ധീര ജവാന്മാരെ അനുസ്മരിച്ച് മോദി പറഞ്ഞ വാക്യം. 2023 ഏപ്രിൽ മാസം സത്യപാൽ മാലിക് ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഹെലികോപ്റ്റർ മാർഗം ജവാന്മാരെ കൊണ്ടുപോകാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം അത് അനുവദിച്ചില്ല. ഈ വീഴ്ചയെക്കുറിച്ച് മോദിയോട് പറഞ്ഞപ്പോൾ ഇത് പുറത്താരും അറിയരുതെന്ന് നിർദ്ദേശിച്ചതായി മാലിക് പറയുന്നു. പാകിസ്ഥാനുമേൽ പഴിചാരി തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുകയായിരുന്നു BJPയുടെയും മോദി ഗവൺമെൻറ്റിൻ്റെയും ലക്ഷ്യം. ഇത്രയേറെ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ട് പോലും നാളിതുവരെ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനു പിന്നാലെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദവും. നാഴികയ്ക്ക് 40 വട്ടം BJPയുടെ എതിർസ്വരങ്ങളെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന അതേ BJP തന്നെ എന്തിനു വേണ്ടി പാകിസ്ഥാനിലെ ഹബ് പവർ കമ്പനിയുമായി അന്തർധാരയുണ്ടാക്കി? ഇതിനുത്തരം BJP പറഞ്ഞേ മതിയാകൂ. പുൽവാമ ആക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം, വ്യക്തമായി പറഞ്ഞാൽ 2019 ഏപ്രിൽ 18-ന് പാകിസ്ഥാൻ ആസ്ഥാനമായ ഹബ് പവർ കമ്പനി എന്തിനു വേണ്ടി 95 ലക്ഷം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് കൈമാറി? ധീര ജവാന്മാരുടെ വേർപാടിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒരു നീചൻ പാകിസ്ഥാനിൽ നിന്ന് ധനസഹായം വാങ്ങി ആസ്വദിക്കുകയായിരുന്നു. നാളിതുവരെയായിട്ടും പുൽവാമ ആക്രമണത്തെക്കുറിച്ച് ശരിയായ അന്വേഷണം നടന്നുവോ? എന്തുകൊണ്ട് ഇതുവരെയും കുറ്റവാളികളെ പിടിക്കാൻ പറ്റിയില്ല? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കരങ്ങളിൽ ധീര ജവാന്മാരുടെ ചോരക്കറയുണ്ടോ? എന്താണ് ഹബ് പവർ കമ്പനിയും BJPയുമായുള്ള ക്രയവിക്രയം? ഇതിനെല്ലാം ജനങ്ങൾക്ക് ഉത്തരം നൽകിയേ മതിയാകൂ.